അല്ല അത് തന്നെ പുള്ളി അല്ല അത് പറ്റില്ല കേട്ടോ. പുള്ളി പറഞ്ഞു എനിക്ക് അത്രയും വിദ്യാഭ്യാസം ഇല്ലാതെ. പിന്നെ നിങ്ങൾ അതിനകത്ത് നമ്മുടെ ഈ സിനിമയിലെ തന്നെ വേറൊരു പാട്ടിലേക്ക് പോയാലും നല്ലേ അത് പറഞ്ഞപ്പോ കണ്ടൊരാൾ മുതൽ കൺമണി നീ എന്റെ നെഞ്ചിലായി കേറിയില്ലേ. നമ്മുടെ അവിടത്തിലെ പാട്ട് കണ്ട നാള് തൊട്ടേ തന്നെ കരളിനുള്ളിലല്ലേ. നിങ്ങൾ വിചാരിക്കുന്നത് പിടിച്ചേക്കൊണ്ട് എനിക്കറിയാം. ഇതിങ്ങനെ താഴ്ചയിൽ പൊട്ടാണ്. ലുക്കില്ലാന്നുള്ളൂ. ഞാൻ നിങ്ങൾ ഹിന്ദിയിലാണ് പറഞ്ഞത്. പണിതാ ഉദ്ദേശിക്കുന്നത്. കിട്ടിയ പണിയൊന്നും പോരാ. ഞാൻ പറഞ്ഞു പാട്ട് പാടിക്കോളി. ട്രയലാന്നാ സീരിയസ് ആയിട്ട് പറയാ ചേട്ടാ. എന്റെ രണ്ട് കൂട്ടുകാരാലോചിക്കും ഞാൻ എങ്ങനെ ജീവിക്കണെന്ന്. അവൾ ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ്. അവൾ വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633888575. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ. നമസ്കാരം. ഒന്ന് ഒത്തുകൂടണം, കൂടൽ സിനിക്ക് ഒന്ന് ഒത്തുകൂടണം അല്ലേ? അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു കൂടൽ ഉണ്ടായിരിക്കുന്നത്. നമുക്കൊരു വെറുതെ വർത്താനം പറഞ്ഞു പോകണം, നല്ല പാട്ടൊക്കെ ആയിട്ട്. അങ്ങനെയല്ലേ? ഒരു പാട്ടിന്റെ കൂടൽ അങ്ങനെയാണോ? ഈ പടത്തില് നമുക്ക് 8ഓളം പാട്ടുകളുണ്ട്. ഈ പാട്ടിലൂടെ യാത്രയാണ് ഈ സിനിമ. അപ്പൊ അതില് എനിക്ക് 4 മ്യൂസിക് ഡയറക്ടേഴ്സ്, 5 മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ട്. അതേപോലെ എഴുത്തുകാരുണ്ട്, പാട്ടുകാർ അത്രയും പേരുണ്ട്, ലിറിസിസ്റ്റ് എന്ന് പറയുന്നത് മാറ്റി പിടിച്ച് എന്തായാലും ഇതിൽ ഇത്രയും പാട്ടുകൾ ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു മ്യൂസിക്കൽ ജേണി ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഇത് അനിവാര്യമായിരുന്നു. പിന്നെ പാട്ടിനെ കുറിച്ച്, സംഗീതത്തെ കുറിച്ച് ആഴമുള്ള ഇക്കതിന് ആഗ്രഹമുള്ള എന്റെ ഏറ്റവും വലിയ ആവശ്യത്തിനുള്ളത് ആദ്യം തുടക്കത്തിൽ തന്നെ കിട്ടി. എന്നാ എഴുത്തുകാരെന്നുള്ളത് എന്തുവാട്ടെ. അപ്പൊ നമുക്ക് കൂടുതൽ മനോഹരമായ ഗാനത്തിൽ നിന്ന് തുടങ്ങാം. നമ്മള് പേരൊന്ന് സ്വയം പരിചയം. ഏതാ? എന്ത് എളിമയാ പതുക്കെ അതും ഭയങ്കര രസമായി കേട്ടോ. അറിയാവുള്ളൂ. നമുക്കൊന്ന് തുടങ്ങിയാലോ കൂടുതലുള്ള പാട്ടോട് കൂടി. നമ്മുടെ വിപിനെ കൊണ്ടൊരു പാട്ടൊക്കെ പാടിപ്പിച്ച് നിങ്ങള് ബുദ്ധിമുട്ടിച്ചാൽ ഞാൻ അറിഞ്ഞു. നേരത്തെ എന്റെ കഥയിൽ പറഞ്ഞു ഇങ്ങനെ പിടിച്ചോ നമുക്കിതൊരു മോചോ മൂഡ് കിട്ടിയാൽ മതി. അപ്പൊ ഇതേ മ്യൂസിക് ചെയ്ത് ഷിബു പുഴക്കാഴ്ച എഴുതിയ പാട്ടാണ്. അതാണ് ഇപ്പൊ നിങ്ങളുടെ മുമ്പിൽ എത്തിയ യൂട്യൂബിൽ ഇപ്പൊ 5 lakhs മുകളില് ആളുകളായിട്ട് 5 lakhs മുകളില് വ്യൂവേഴ്സ് ആയിട്ട് വന്നോണ്ടിരിക്കുന്നത്. എനിക്ക് ഈ ഇന്റർവ്യൂവിന്റെ നാവില് ഇതുമാണ് തുടങ്ങി. എനിക്ക് അങ്ങനെ വാക്കുകൊണ്ട് പദം കിട്ടാത്ത ആളല്ല. ഒരിക്കലല്ല കേട്ടോ, ഒരിക്കലല്ല. അപ്പൊ ആ മനോഹരമായ ഗാനത്തിലൂടെ നമുക്ക് തുടങ്ങാം.
പ്രിയമുള്ളവരെ, നിങ്ങൾ വിചാരിക്കുന്നത് പിടിച്ചേക്കൊണ്ട് എനിക്കറിയാം. ഇതിങ്ങനെ താഴ്ചയിൽ പൊട്ടം ഇട്ടിട്ടാണ്. One, two, three, four. മെല്ലെയൊന്ന് പുൽകാൻ വണ്ടായി കൂടെ വന്നതല്ലേ, കണ്ട നാള് തൊട്ടേ പെണ്ണെ കരളിനുള്ളിലല്ലേ, കനവിലെന്നും എന്നും നിന്റെ താരെ വന്നിടില്ലേ, അരമണിയിൽ കനവും ചിരിയാലെ ഇരുന്ന പെണ്ണെ, കിലുകിലകിലങ്ങണകാൽ കൊലസാരെ കള്ളനോട്ടമെന്തേ, അരമണികിലങ്ങളവും ചിരിയാലെ ഇടുന്ന പെണ്ണെ, കിലുകിലകിലങ്ങണകാൽ കൊലസാരെ കള്ളനോട്ടമെന്തേ, നെഞ്ചിൽ തുടിതാളമേളം കാട്ടുമുല്ലപ്പൂവേ, ഇന്നീരാവിലൊന്നു ചേരാം മാരിവില്ലിനഴകേ, അന്തിമുല്ലപ്പൂത്തേരാവിൻ ചന്തമേറയല്ലേ, മെല്ലെയൊന്ന് പുൽകാൻ വണ്ടായി കൂടെ വന്നതല്ലേ. എന്ത് മനോഹരമാണ്. നമ്മുടെ യാത്ര എങ്ങനെ സിനിമയിലേക്ക് എത്തിച്ചിരിക്കുകയാണ് കേട്ടോ. അതിൽ കുറേ ഗാനങ്ങളുണ്ടെന്നല്ലേ പറഞ്ഞത്, 8 ഗാനങ്ങളുണ്ടല്ലേ. ഇത് വിപിനാണ് പാടി അല്ലേ? ആ പാടിക്കാൻ നേരത്തെ എൻ്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞ പോലെ ഒരു വലിയ ഒരു സൂത്രപ്പണി ചെയ്ത ഒരു മ്യൂസിക് ഡയറക്ടറാണ്. എങ്ങനെയാ പറഞ്ഞത്? ആദ്യം എങ്ങനെയാ പറഞ്ഞത്? ഇങ്ങനെ ഒന്ന് വർത്താനം പറഞ്ഞിട്ട് അപ്പൊ നമ്മള് എനിക്ക് ഓൾറെഡി പനിയായിരുന്നു, ഞാനൊന്ന് കയറി. അപ്പൊ ഇവര് ഈ പാട്ടിങ്ങനെ പുള്ളിയുടെ പിച്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്ന് മണിച്ചേട്ടൻ അല്ലേ, ഈ പിച്ചിൽ പാടിയാൽ അതിന് ആ ചില വൈബ്രേഷൻസ് കിട്ടുള്ളൂ. അങ്ങനത്തെ ആ ഇതിന് വേണ്ടിയിട്ടാണ് ഈ പിച്ച് കേട്ടപ്പോ തന്നെ ഞാൻ ജഗതി ചേട്ടൻ മിന്നാരത്തിൽ വിളിച്ചു പറഞ്ഞല്ലോ, ഹലോ റിച്ചാർഡ് ഹോസ്പിറ്റൽ ഒരു ആംബുലൻസ്. കാരണം ഈ പിച്ച് അന്ന് ഒട്ടും വയ്യേട്ടാ, എനിക്ക് സ്ക്രാച്ച് അടിച്ചിരിക്കണം. പക്ഷെ പുള്ളി സംസാരിച്ച് നേരെ അതിന് പറയും, പുള്ളി പറയും ആണല്ലേ. അപ്പൊ ഞാൻ പറയും ആ ചേട്ടാ പിച്ചിട്ട് ആണല്ലേ ഒന്ന് പറയൊക്കെ അന്തിമുള്ള. അപ്പൊ ഞാൻ അതിന്റെ കൂട്ടത്തില് ഞാൻ ആ പറഞ്ഞ വർത്താനത്തിന്റെ കൂട്ടത്തില് അന്തിമുള്ള കുട്ടേരാവി ചന്ദനീരയല്ലേ, മെല്ലെയൊന്ന് പുൽകാൻ വണ്ടായി കൂടെ വന്നതല്ലേ. ഇതിന് മുകളിലേക്ക് പോണ്ട് കണ്ണ വയ്ക്കും പഞ്ച വെള്ളിമേഘ പന്തരിലെ വെഞ്ചിങ്ങൾ പഞ്ചവാഴം കണ്ടനേരം കണ്ണയ്ക്കും പൂന്തിരികൾ, വെള്ളിമേഘ പന്തരിലെ പൊൻകതിരാമൊരു വെഞ്ചിങ്ങൾ, പഞ്ചവാഴം കണ്ടനേരം കണ്ണുവയ്ക്കും പൂന്തങ്ങൾ, കഥവാടും പൂങ്കുയിലേ കളിയാടും മാമയിലേ, തിരിതൂകി കരിയാള് മാലനുന്റെ പിന്നാലെ, തുടിതാളവേളം കാട്ടുമുല്ലപ്പൂവേ, ഇന്നീരാവിലൊന്നു ചേരാം മാരിവില്ലിനഴകേ, അന്തിമുല്ലപ്പൂത്തേരാവിൻ ചന്തമേറയല്ലേ, മെല്ലെയൊന്നു പുൽകാൻ വണ്ടായി കൂടെ വന്നതല്ലേ. ഈ പാട്ടിന്റെ ഇടയിലൊക്കെ ആംബുലൻസിന് മ്യൂസിക് ഫീൽ ചെയ്തില്ലേ? കഥാപ്രസംഗം പോലെ ആയില്ലേ? അല്ല പുള്ളി എനർജി, ഭയങ്കര എനർജി. പുള്ളി പാടുമ്പോൾ ഭയങ്കര എനർജിയാ. പാടി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം ഒരു പേടി ഉണ്ടായിരുന്നു സ്റ്റാർട്ടിങ്ങിൽ. കാരണം പുള്ളിക്ക് ഇങ്ങനെ ഈ സ്ക്രാച്ച് വന്നു, സ്ക്രാച്ച് വാരി പനിയൊക്കെ വന്നിട്ടോ പാടി. അപ്പം ഈ മനുഷ്യൻ പാടിക്ക് ഒരു പേടി. അപ്പൊ ഞാൻ ചാനുക്കാരെ ഷാപ്പിക്കാനും നോക്കി, മനുഷ്യൻ പാളിയോന്ന് പറഞ്ഞിട്ട്. അപ്പൊ അല്ലെങ്കിൽ അപ്പൊ ഇത് കഴിഞ്ഞപ്പോഴേ പാടി തുടങ്ങിയപ്പോ ഭയങ്കര എനർജി. ഞാൻ പറഞ്ഞു പാട്ട് പാടിക്കോളി, എനർജിയിലൊക്കെ പുള്ളിയുടെ വിചാരിച്ച ട്രയലാന്നാ. ഇതെടുത്ത് കാണെടുക്കാൻ സെറ്റ് ചോദിച്ചു നമ്മൾ പാടണ്ടേ, ഇത് കഴിഞ്ഞ് അത് പിറ്റേ ദിവസം മിക്സ് ഒക്കെ ചെയ്ത് വന്നപ്പോ പൊളിയായി. ഓ
അല്ല നമ്മൾ കണ്ടത് ഇപ്പം നമ്മള് യൂട്യൂബിൽ കണ്ടല്ലോ. അന്തിമില്ല എന്നുള്ള വാക്ക് ഷാനുഭായി കണ്ടുപിടിച്ചാണ്. ആ വാക്ക് വെച്ച് തല പോയിട്ട് വരിയിട്ടുണ്ടായി. 2 ദിവസം അതിന്റെ പുറകെ 2 മണിവരെയൊക്കെ ഇരിക്കും ഞാൻ. കുറെ ആയിട്ട് കൊടുക്കും. ഇതെന്താന്ന് വെച്ചാലേ ശരിക്കും നമ്മള് ഈ പാട്ട് ഈ ഒരു സോങ് നമ്മൾ ഏതെങ്കിലും പരിചയമുള്ള നമ്മൾ കേട്ട് പഴകിയ ഏതെങ്കിലും നാടൻ പാട്ട് നമ്മൾ ആദ്യം റീമിക്സ് ചെയ്യാന്നാണ് ആദ്യം ഞങ്ങൾ വിചാരിച്ചത്. കാരണം ഒരു നമ്മുടെ ക്യാമ്പിൽ വരുന്ന ആളുകൾക്ക് എപ്പോഴും പാടുന്നത് ഇങ്ങനെ കേട്ട് പരിചയമുള്ള പാട്ടുകളാണ്. അപ്പൊ ആ രീതിയിൽ ചെയ്യാന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു നാടൻ പാട്ടിന്റെ ഒരു ശൈലി പിടിച്ചത്. പിന്നെ അത് വേണ്ട, പുതിയ ലിറിക്സ് തന്നെ ആവാം. എന്നാൽ നമുക്ക് എവിടെയെങ്കിലും നമ്മളീ പാട്ട് ഫുള്ള് ആളുകൾ കേൾക്കുമ്പോ അതിന്റെ അടിയിൽ ഫുള്ള് എന്തോ വലിയ ശാസ്ത്രജ്ഞന്മാര് കണ്ടുപിടിച്ചോ ആളുകൾ ഇടുന്നുണ്ട്. ചെണ്ടുമല്ലിക എന്നുള്ള സോങ്. അപ്പൊ അതിന്റെ ഒരു താളം ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. അറവിയിൽപ്പാടി അന്നേരം ഒരു സുന്ദരിയാടി, അരഭാഗം തകതാളം തല്ലി അരമണിക്കിങ്ങിനി പാങ്കി. മകളെന്തു ഭംഗി, അവനിലെ കവിളിലെന്തു ഭാഗി, ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. ഈ പാട്ടിലേക്ക് പെട്ടെന്ന് ചേഞ്ച് ചെയ്ത് നമ്മുടെ പാട്ടിലേക്ക് ചേഞ്ച് ചെയ്ത പെട്ടെന്ന് തന്നെ മറ്റേലേക്ക് ചേഞ്ച് ചെയ്തേ. അല്ലല്ല ഇതൊന്ന് ചേഞ്ച് ചെയ്യുമ്പോ മറ്റേ ആ പാട്ടിലേക്ക് ചേഞ്ച് ചെയ്യണം. ജസ്റ്റ് ഒന്ന് ചെണ്ടുമല്ലികപ്പൂ കണ്ടാൽ ചന്തമില്ല കരളേ, ഉമ്മ വെച്ചുണർത്താൻ വെറുതെ മോഹമില്ല കരളേ. അന്തിമുല്ല അത് ഞാൻ ഒരിക്കലല്ല അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത പാട്ടാണ്. നമ്മള് ആ ഒരു താളം നമ്മള് അലിക ആ ഒരു താളമാണ് നമ്മള്. കാരണം ആ നാടൻ പാട്ടിന്റേതായിട്ടുള്ള ഒരു താളമുണ്ട്. അല്ല ഈ ചാനലിലൊക്കെ ജഡ്ജ്മെന്റിനൊക്കെ പോയിരിക്കുന്ന ആളാ. ഇതിന്റെ സംഗതിയൊക്കെ എങ്ങനെയായിരുന്നു? ഞാൻ കോമഡി അല്ല എങ്കിലും ഇതിന്റെ സംഗതിയൊക്കെ എങ്ങനെയായിരുന്നു? ഒരേ രാഗത്തിലുള്ള പാട്ടുകൾ പലതും നമുക്ക് സാമ്യം തോന്നും. അതിന്റെ ഫീലിങ്സ് മാത്രമാണ് നമ്മൾ കൃത്യമായിട്ട് ആത്മാവ് എടുക്കുക എന്ന് പറയും. ഇപ്പൊ ഉദാഹരണത്തിന് ജോൺസൺ മാഷിന്റെ പാട്ട് തന്നെ ദേവാങ്കണങ്ങൾ കൈയൊഴിഞ്ഞ താരകം, അത് തന്നെ നമ്മളുടെ അനുരാഗിണി അത് തന്നെ ആദിമേ മറഞ്ഞതെന്തേ സൗഭാഗ്യ, അതൊക്കെ ഒരേ അച്ചിലാണ് പക്ഷെ ഒരേ രാഗങ്ങളാണ്. ഫീലിങ്സ് ഒന്നാണ്. അതാണ് അതിന്റെ വ്യത്യാസം. അങ്ങനെ നമ്മൾ എഴുതി കൊടുത്തത് ഫസ്റ്റ് അന്തിമുല്ല ബുദ്ധി എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ട്യൂൺ ചെയ്യുന്ന സമയത്ത് ഒരു 4 വരി എഴുതി കൊടുത്തതാണ് ഷിബിചേട്ടന്. അപ്പോൾ അത് പാടി വെച്ചിട്ട് ലിറിക്സ് മാറ്റി എഴുതിക്കാമെന്ന് പറഞ്ഞിട്ട് കൊടുത്തപ്പോൾ വേറെ ലിറിക്കിലാണ് തുടങ്ങിയത്. അത് ഏത് ലിറിക്കായിരുന്നു തുടങ്ങുന്നത്? അതൊക്കെ അങ്ങനെയാണ് എഴുതിയത്. അപ്പൊ മൂപ്പര് പറയുന്നത് എനിക്ക് ഇതില് അന്തിമുല്ല പൂത്തിയെന്ന് മാത്രം തുടങ്ങിയാൽ മതിയെന്ന്. മുല്ലപ്പന്തൽ ഷാപ്പിൽ എത്ര പ്രാവശ്യം പോയി പറഞ്ഞു? അല്ല അവിടെ എത്തി. എപ്പോ പോയത്? സീരിയസ് ആയിട്ട് പറയോ ചേട്ടാ, എന്റെ 2 കൂട്ടുകാരാണ്. ആലോചിക്കും ഞാൻ എങ്ങനെ ജീവിക്കണേന്ന്. ഞാനിതൊരു ഈ പാട്ടിന്റെ വരികൾ വെച്ചത് പ്രാസം ഒപ്പിച്ച് പറയാം. നമ്മള് ഭക്ഷണം കഴിക്കാൻ പോയി. അതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു പോയത്. കുറച്ചുകൂടി ചോദിച്ചാൽ ഒന്നും കൂടി കിട്ടും. പക്ഷെ അത് വെച്ചിട്ട് ആ അന്തിമുല്ല പൂത്ത എന്ന് പറയുന്ന തുടക്കം വെച്ചിട്ട് നല്ല വരികൾ തന്നെയാണ് എഴുതിയത്. അനുപല്ലവി പിന്നെ ഞങ്ങള് അത് പിന്നെ വേറെ സ്റ്റൈലിൽ തന്നെ കമ്പോസ് ചെയ്തത്. നമ്മൾ ഇതിനോട് ചായ വേണ്ട, അങ്ങനെയാണ് അത് പിന്നെ പക്ക സിനിമാറ്റിക് സ്റ്റൈലില് കമ്പോസ്. അതിനകത്ത് ആ പാട്ടിന്റെ ബാക്കിയെല്ലാം കിട്ടി. തുടക്കം മാത്രം 2 വരി മാത്രമാണ് കുറച്ച് ദിവസം പിടിച്ചത്. അത് കഴിഞ്ഞ് അനുപല്ലവിയും ചേർന്നു ഭയങ്കര സുഖമായിരുന്നു. അതായത് വേറെ സ്റ്റൈലിൽ ചെയ്തു നോക്കി. അതിന്റെ കഥ പാടും പൂങ്കുയിലേ
കളിയാടുണ്ട് നെഞ്ചിൽ. പിന്നെ അതിലേക്ക് നമ്മളെ ഈ ഈ ടൈമിലേക്ക് ശിവുചേട്ടൻ നല്ല നാടൻ പാട്ടുകാരനാണ്. ഞാൻ കട്ടപ്പന ഋതികൃഷ്ണൻ ഞാൻ വിഷ്ണു എഴുതുന്ന സമയത്ത് ഞങ്ങള് മുടി വെട്ടാൻ വേണ്ടിയിട്ട് ഒരു കടയിൽ കയറിയതാണ്. ഈ മുടി വെട്ടണതിന്റെ ഇടയിലാണ് ഈ പുള്ളിയുടെ നാടൻ പാട്ട് ഞങ്ങൾ ആദ്യമായിട്ട് കേൾക്കണേ. ഇദ്ദേഹം നല്ല ഒരു ഹെയർ കട്ടറാണ്. അപ്പൊ ഈ പാട്ട് കേട്ടപ്പോ നമുക്ക് മനസ്സിലായി എന്തോ പരിപാടി ഉണ്ടെന്ന്. പക്ഷെ പുള്ളി വെടിക്കെട്ടിന് വേണ്ടി പുള്ളിനെ എഴുതാൻ വിളിച്ചു കഴിഞ്ഞപ്പോ ശിവുചേട്ടൻ അല്ല പാട്ടെന്ന് ശരിക്കും അങ്ങനെ തന്നെയാണ്. ഷിബുവാണ് വൈറലി. എന്നിട്ട് ഈ നമ്മളെ പാട്ട് പുള്ളി ഇപ്പൊ നിങ്ങളിപ്പോ പ്രമദവനം കൊടുത്തു വിചാരിച്ചു. ആ പുള്ളിയാണ് എഴുതുന്നെങ്കിൽ അത് ഹരിതപ്രസാദ് എഴുതുന്നത്. പുള്ളി എഴുതുമ്പോഴേക്കും അതിൽ അറിയാണ്ട് ഒരു കാർത്തുമ്പി കയറും. ആ നാടൻ പാട്ട് പുള്ളി കാർത്തുമ്പി അന്ന് പറഞ്ഞൊരു സാധനം കയറും. അപ്പൊ ഞാൻ എത്ര വട്ടം ദേവിസ്തുതി പറഞ്ഞൊരു പാട്ട്. അപ്പൊ ആറണ്ടാലും പാടണ്ടാലും പുള്ളി ഒറ്റയ്ക്ക് എഴുതി. ഇന്ത്യവരം ഞാനും പുള്ളിയും കൂടി എഴുതിയത്. മറ്റേ പാട്ടില്ല ഇന്ത്യവരം പോലെ അത് ഞാനും പുള്ളിയും കൂടി എഴുതിയത്. പക്ഷെ ദേവിസ്തുതിക്ക് പുള്ളി എന്തൊക്കെ കൊണ്ടുവന്നിട്ടും എനിക്ക് വിഷ്ണുവിന് തൃപ്തിയാവുന്നില്ല. കാരണം ദേവിസ്തുതിക്കുള്ള പാട്ടെന്ന് പറഞ്ഞാൽ ഒന്ന് നമ്മൾ കേട്ടതാണ് ഇഷ്ടംപോലെ. ദേവിസ്തുതി അത്രയും പാട്ടൊന്നുമല്ല. പക്ഷെ എവിടെ നിന്നൊക്കെയോ ലാസ്റ്റ് തെറി കേട്ട് മടുത്ത് കഴിഞ്ഞപ്പോ അളിയൻ ഇവിടെ പോയി കൊടുങ്ങല്ലൂര് ഇവിടെ പോയി പ്രാർത്ഥിക്കാൻ പോയി. അവിടെ നിന്ന് ഏതോ ഒരു ബുക്ക് എടുത്ത് വായിച്ചിട്ട് പുള്ളിക്ക് ഒരു വാക്ക് കിട്ടി. അതാണ് കനകാഞ്ജനി എന്നുള്ള വാക്ക്. ആ പാട്ടാണ് ഇപ്പൊ എല്ലാ അമ്പലങ്ങളിലും നമ്മുടെ ഈ തിരുവാതിരകളിക്കും അല്ലാതൊക്കെ ദേവിസ്തുതിയായിട്ട് പാടുന്നത്. അതായത് കനകാഞ്ജനി മിന്നും കപോലങ്ങളാണേ കളഭം തൊടുക്കുന്ന ആ കണ്ണുകളാണേ കനകാഞ്ജനി മിന്നും കപോലങ്ങളാണേ കളഭം തൊടുക്കുന്ന ആ കണ്ണുകളാണേ മദംഗവനത്തിൽ വസിച്ചിടുന്ന മദംഗപുത്രിയൻ ജഗദംബികെ പുഷ്പാസ്ത്രം പുണ്ടരിക കരിമ്പ് ചിട്ടകളിലെ തിരുമാതിമാരേ അമ്മേ നിന്നാമങ്ങളെന്നും പാടി സ്തുതിച്ചിടുന്നേ അമ്മേ നിൻ പാദങ്ങൾ കുരുകി എന്നും നമിച്ചിടുന്നേ അമ്മേ നിന്നാമങ്ങളെന്നും പാടി സ്തുതിച്ചിടുന്നേ അമ്മേ നിൻ പാദങ്ങൾ കുരുകി എന്നും നമിച്ചിടുന്നേ കനകാഞ്ജനി വന്നു കപോലങ്ങളാണ് അതൊരു പുതിയ പരിപാടിയായിരുന്നു. എനിക്ക് തോന്നുന്നു ഷിബു ഇങ്ങനെ ഇപ്പൊ ആ ഈ കട്ടപ്പനയ്ക്ക് ആ പാട്ട് എഴുതുമ്പോൾ ബാർബർ ഷോപ്പിൽ പോയ കഥ പറഞ്ഞു. അങ്ങനെ ഓരോ സിറ്റുവേഷൻ നമ്മൾ ഒരു പാട്ട് വേണമെന്ന് പറയുമ്പോൾ അദ്ദേഹം കണ്ടെത്താറുണ്ട്. നമുക്ക് ഇന്നത് വേണമെന്ന് വെച്ചാൽ എത്ര പ്രയാസപ്പെട്ടാണ് ആ വരികൾ കൊണ്ട് എത്തിക്കാറുണ്ടെന്നാണ് എനിക്ക് അത് കറക്റ്റാണ്. കാരണം വരും പുല്ലപ്പോൾ നല്ല പാവടാ നല്ല ചീത്ത കേട്ടിട്ടുണ്ട്. കാരണം ഞാനതില്ലേ ഏത് പാട്ടിന്റെ ഒപ്പവും മറ്റേ കാർത്തുമ്പി കയറും. നമ്മ ആദ്യമായിട്ടല്ലേ ഇങ്ങനെ മേഖലയിലോട്ട് വന്നത്. ഞാൻ സംഗീതം ഒന്നും പഠിച്ചിട്ടില്ല. ദൈവം തന്നെ സംഭവം. ബിബിന് പഴയ ലൈൻ പണ്ട് തൊട്ടുള്ളതാ. അപ്പൊ കറക്റ്റ് അറിയാവുന്ന അല്ല നാടൻ ചേലുള്ള ഭാഷ കയറുമെന്ന് ഉദ്ദേശിച്ചത്. കാർത്തുമ്പി ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞു. എന്ത് പറഞ്ഞാലും പുള്ളിക്ക് ഒരു നാടൻ ചേല് കയറും. അതാണ്. അധികം ബുക്കൊന്നും വായിച്ചിട്ടില്ല. അപ്പൊ നമ്മുടെ ഉള്ള വലിയ ഇപ്പൊ നമ്മുടെ കണ്ടുവരാൻ നാൾ മുതൽ കൺമണി നീ എന്റെ നെഞ്ചിലായി കേറിയില്ലേ നമ്മുടെ അവിടത്തിലെ പാട്ടിന്റെ കണ്ട നാള് തൊട്ടേ തന്നെ കരളിനുള്ളിലല്ലേ. വർക്കിട്ടെന്ന് പറയുമ്പോൾ ഒരു കാര്യം വിടാം. ഈ നമ്മള് ഞാൻ സാറ്റലൈറ്റിലൊക്കെ വർക്ക് ചെയ്താൽ അവിടെ വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാവും ഡെസ്കിൽ. അപ്പൊ ഇത് പറഞ്ഞ പോലെ കേട്ടോ ചിലപ്പം മനോരമ ആദ്യം അടിച്ചാലും മാണം കുടിച്ചു. അപ്പൊ നമ്മൾ വേറെ ചാനൽ നോക്കിയിട്ട് അടിക്കുന്നത് താഴെയുള്ള ആദ്യത്തെ വരികളെടുത്ത് മോള് വെക്കും, മോളിലുള്ള വരി താഴെ വെക്കും, സെൻട്രലുള്ള കൂട്ടി വെക്കും. അത് തന്നെ എല്ലാ എല്ലാവിടെയും നടക്കുന്നുണ്ട്. പെട്ടെന്ന് വാർത്ത കൊടുക്കാൻ ഏതാണ് അനുപല്ലവിയിലെ അതല്ലേ ഷിബു എപ്പോഴും നാടൻ പാട്ടിനോടാണ് ഏറ്റവും പ്രിയം. ഒരു നാടൻ പാട്ടങ്ങ് വിട്ടു.
ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുലദാസി ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ അല്ല എനിക്ക് ഇഷ്ടപ്പെടിച്ച കൊളാബൊട്ടെന്ന് വെച്ചാൽ കറക്റ്റായിട്ടോ പരസ്യത്തിന്റെ രണ്ടിലേക്ക് കൊടുത്തപ്പോഴേ ഇപ്പൊ പെട്ടെന്ന് ഇവിടെ ഇരുന്ന് ഒരു ലൈൻ പറയും, അത് ഒരു പാട്ടുണ്ടാക്കണം. മ്യൂസിക് ആദ്യം പുള്ളി ഉണ്ടാക്കണം, വരി നിങ്ങൾ ഉണ്ടാക്കണം. ഓക്കെ അല്ലേ? എനിക്ക് വേണ്ടത് നമ്മുടെ ക്യാമറമാനെ കുറിച്ചാണ്, പുള്ളിയുടെ സ്വഭാവങ്ങൾ. അപ്പൊ ഞാൻ പറയാം, പാട്ട് കേട്ടോ കേട്ടോ പാട്ട് ഞാൻ സിനിമ എനിക്കറിയാവുന്ന ഒരു സിനിമ പാടിയാൻ പാടാം. ലോകം മുഴുവൻ സുഖം എനിക്കറിയാവുന്ന പാട്ടോ. ഞാൻ പറഞ്ഞു ഒരു മ്യൂസിക് പുള്ളിയുടെ സ്വഭാവം വെച്ചു. ദാസേട്ടനെ കുറിച്ച് ഒരാളോട് പെട്ടെന്ന് ഇതേപോലെ ജനതാശംസ പറയാൻ വേണ്ടി ഒരു പാട്ടുണ്ടാക്കാൻ പറഞ്ഞു. പിറ്റേന്ന് ദാസേട്ടന്റെ ബർത്ത്ഡേ ആണ്, അപ്പൊ പെട്ടെന്ന് ഉണ്ടാക്കണം. ഇയാളെ കുറിച്ച് മാപ്പിളപ്പാട്ട് എഴുതി മാത്രം പരിചയമാണ്. അങ്ങനെ അയാൾ പെട്ടെന്ന് കമ്പോസ് ചെയ്ത പാട്ട് തന്നെ മലയാളത്തിന്റെ കുടമേ യേശുദാസ് എന്ന ഇമ്പക്കനിയേ യേശുദാസ് എന്ന ഇമ്പക്കനിയേ. മാപ്പിളപ്പാട്ട് മാത്രമേ പുള്ളി ചെയ്യാറുള്ളൂ. ദാസേട്ടനെ പറ്റി എഴുതിയതിൽ ഏറ്റവും ബെസ്റ്റ് അത് നാദുഷിക്ക് എഴുതിയ പാട്ടാണ്. ഗായകരിൽ രാജനായി ആ പാട്ടാണ് ഏറ്റവും വലിയ. അല്ല നാദുഷാക്ക ഈ നടന്മാരെല്ലാം കുറിച്ച് മമ്മൂട്ടി, മോഹൻലാൽ, മാമുക്കോയ, ജയറാം, ജഗദീഷ്, റിസബാവ, കരമന മുടി വേണു, ഗംഗേറ്റൻ ഗോപി, ഒടുവിൽ ഉമ്മർ, മുരളി, ജനാർദ്ദൻ മുരളി. അങ്ങനെ പുള്ളി പെട്ടെന്ന് ഉണ്ടാക്കുന്ന നമ്മുടെ ഈ സിനിമയിൽ തന്നെ വേറൊരു പാട്ടിലേക്ക് വല്ല തല്ലേ. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറഞ്ഞില്ല. അല്ല ആ പാട്ട് അത് പറഞ്ഞേ ഒരു ടോൺ ഒരു വരി. പുള്ളിയുടെ സ്വഭാവം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, എനിക്ക് ശരിക്കും അറിയാം. അതുകൊണ്ടാണ് എനിക്ക് പുള്ളിയുടെ സ്വഭാവം മൊത്തം അറിയാം. എന്നോട് അതിൽ വേറൊരു കാര്യം ഉണ്ടായതെന്ന് അറിയോ, നിങ്ങളുടെ കൂടെ കൂടിയാലേ മൂപ്പര് പാട്ട് പാടുള്ളൂ എന്ന് മനസ്സിലായി. ഇവിടെ അസലായിട്ട് പാട്ട് പാടുന്നത് അതല്ലേ ഇതേ സംഭവം അന്നുണ്ടായത്. മൈക്ക് വാങ്ങിയിട്ട് മൈക്ക് വന്ന് തിരിച്ചു കിട്ടുന്നില്ല. ഞാനും വിവരം ഇത് എപ്പം കിട്ടുന്നു വിവരം എന്നോട് ചെവിയിൽ ചോദിക്കണം, ഒന്ന് മേടിക്കാവോ? അത് ആവേശം കയറിയതാ. ഒരു ടൂൺ ഇട്ടോ വെറുതെ ഒരു വായിൽ സീരിയസ് ആയിട്ട് പതോളി പറഞ്ഞ പുള്ളി പാടും. എനിക്ക് മറ്റേ ദാസറിന്റെ പാട്ടിന് വരുന്നു. അതിലേക്ക് പിടിച്ചേക്കുവാ. മേരി പപ്പ നമ്മുടെ പപ്പ. അല്ല വരി പാടണ്ട, കമ്മി കൊടുക്കണ്ടേ? അതെ പാടിയാ പുള്ളിയെ ഡമ്മിയാണ് ഇത്. നിങ്ങൾ നമ്മുടെ പപ്പ ഷർട്ടു കാണാൻ എന്തു ഭംഗിയാ, ഷർട്ടു കാണാൻ എന്ത് ഭംഗിയാ. നമ്മുടെ പപ്പ നമ്മുടെ പപ്പ നമ്മുടെ പപ്പ ആ പപ്പ പപ്പ. അല്ല ഇവിടെ അതിനിടയ്ക്ക് അല്ല മറീന അതിനിടയ്ക്ക് ഞാനാന്ന് പറഞ്ഞു. എന്താ സംഗതി പപ്പയിൽ കാണിച്ചിട്ടുണ്ട്. അതായത് പ്രിയ സുഹൃത്തുക്കളെ
അതായത് അല്ല നമ്മൾ വിചാരിക്കും ഈ നാനയല്ല ഇത് ഇദ്ദേഹം ഒരു ഐഡന്റിറ്റി മാറ്റുന്ന ആളാണ്. അതായത് നാന സിനിമ വാരികയിൽ ബിബിൻ ജോർജ് എന്ന് പറഞ്ഞാൽ ഇദ്ദേഹമാണ്. എന്തുകൊണ്ടാണ് കഴിഞ്ഞ നാനയിൽ ഒന്നാം പങ്ക്തിയില് ബിബിൻ ജോർജ് ഹീറോ ആവുന്ന കൂടലില് 3 നായികമാരോടൊപ്പം ഇങ്ങനെ നിൽക്കുന്നത് ഈ പപ്പയാണ്. പപ്പയിട്ട ഡ്രസ് നാനയിലും വന്നു നമ്മുടെ ഐദർക ഇത് ആക്ച്വലി എന്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിരുന്നു. ഞാൻ വിചാരിച്ചിട്ടില്ല. താങ്ക് യു. പെട്ടു പോയതുകൊണ്ടാട്ടോ ആ മുഖം മുഖം നോക്കിയേ. അത് ഓക്കെ ഒരു നമ്മള് പ്രമോഷനൊക്കെ പോകുമ്പോ ഞാൻ ഏതാ ഡ്രസ് ഓൾറെഡി നോട്ട് ചെയ്തത്. ഞാൻ പിന്നെ ഏതൊക്കെയോ അൽക്കുലത്ത് സാധനം ഉള്ളതുകൊണ്ട് അത് കിട്ടൂല, അത് വിടും. ഈ പാവം ഡയറക്ടർ ഉണ്ടല്ലോ, ഈ മനുഷ്യൻ നല്ല വെള്ളയിട്ട് വന്നു. പപ്പ എന്താണിത് തല്ലിപ്പുള്ളി ഡ്രസ് ഇതൊന്ന് മാറ്റിയത് അല്ലെ നല്ല എന്ത് ഇതിന് വെള്ളം വേറെ ലൈറ്റപ്പിന് ശരിയാവില്ല മാറ്റി എന്ന് പറയുന്നു. ഈ പാവം ഡ്രസ് ഇട്ടിട്ട് വരുന്നു ഡയറക്ടർ. സ്റ്റേജിൽ ഞാൻ നോക്കുമ്പോ പപ്പ നല്ല വെള്ളം എന്നോട് പറയുന്നത് ഇങ്ങനെ കേൾക്കാണ്. എന്നോട് പറയണേ നമ്മള് വെള്ളമൊക്കെ ഇട്ട് നല്ല എലഗന്റ് ആയിരിക്കും. അപ്പൊ അല്ല അത് നടന്ന സമയം ഞാനുണ്ടെന്ന് ഞാൻ നോക്കി ആദ്യം വെള്ളം വെച്ചിട്ട് ഇറങ്ങും. കുറച്ച് പുള്ളി വെള്ളം മാറി, കുറച്ച് ഇത് നല്ല വെള്ള ഷർട്ടൊക്കെ. അല്ല ഈ നടന്മാര് ഒതുക്കാന്നൊക്കെ കേട്ടിട്ടുണ്ട്. ക്യാമറമാൻ നടന്മാരെ മൊത്തത്തിൽ ഒതുക്കലായിരുന്നു മനസ്സിലായി. ആ ഫോട്ടോന്റെ ഇനി വനിതയുടെ ഫ്രണ്ടിൽ പപ്പയും കുറെ സുന്ദരിമാരും കൂടി വന്നാൽ അല്ല ആ പോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഈ പോസ്റ്റിൽ പേരാക്കിക്കണം. ഞാൻ ആലോചിക്കാതെ നമ്മളിപ്പോ എന്ത് രസകരമായിട്ട് ഐദർക്കപ്പോ ആലോചിക്കുണ്ടാവും ഈ പോസ്റ്റില് ബീച്ചറിന്റെ ഹെഡ് മാറ്റാനുള്ള പരിപാടിയാണ്. തമിഴിന് അങ്ങനെ വരുമോ? അല്ല ഞാൻ പറയാ എന്ത് രസകരമായിട്ടാണ് നമ്മൾ പോകുന്നതല്ലേ. ഈ ഇതിന്റെ പേരിൽ തന്നെയാണ് നമ്മൾ ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഇതിലെല്ലാം ഒരു അർത്ഥം വരിക കൂടുകയാണ് നമ്മളല്ലേ. അതാണ് കൂടുതൽ ഒരു ടൈറ്റിലിൽ എനിക്ക് ഏറ്റവും പ്രാധാന്യത്തിന് അന്ന് തൊട്ട് ഞാൻ പറയാം ഈ ടൈറ്റിലിന് വലിയ പ്രാധാന്യമുണ്ടെന്ന്. ഒരു 3 പേര് ഒത്തുചേർന്നാലോ കൂടുതലാണ്. നമ്മൾ അടുക്കളയിൽ കൂടും, കല്യാണത്തിന് പോകുമ്പോൾ സദ്യ കഴിക്കാൻ കൂടും, അങ്ങനെ എല്ലാം അതെല്ലാം ചേർത്തൊരു പേര് വന്നേക്കണ സിനിമയാണ്. ആ കൂടലിന് ഇവിടെ ഇരുന്ന് നമ്മളിപ്പോൾ കൂടുകയാണ് അല്ലേ, അതും കൂടലാണ്. ഇങ്ങനെ സിനിമ കാണാൻ തിയേറ്ററിലേക്ക് ഇങ്ങനെ ആളുകൾ വരുന്ന ആ കൂട്ടൽ അങ്ങനെയാണ് നമുക്ക് വേണ്ടത്. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ഒരു പാട്ടും മേളമൊക്കെ ആയിട്ട് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തുന്നതും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തി തന്നെയാണ് പോയത്. നമുക്കേ എനിക്ക് നമുക്ക് നമ്മുടെ ഇതില് ബാക്കിയുള്ള മ്യൂസിക് ആളുകളുടെ പേരും ഇതില് ശിവചേട്ടൻ 3 പാട്ട് ശിവസുമാരൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നിഖിൽ അനിൽകുമാർ എന്ന് പറയുന്ന പയ്യൻ, പിന്നെ സുമേഷ് രവീന്ദ്രൻ, ആൽബിൻ എസ് ജോസഫ്, പ്രസാദ് ചെമ്പശ്ശേരി, ഇത്രയും പേരാണ് മ്യൂസിക് ചെയ്തിട്ടുള്ളത്. ഷിബുചേട്ടൻ ചെയ്തിട്ടുണ്ട്, ഓയ് ബഷീർ. അവർ രണ്ടുപേരും പ്രായം ചെറുതാകാൻ വേണ്ടി ഷിബുചേട്ടാന്ന് അറിയിക്കാൻ വേണ്ടിയാണ്. അല്ല നമ്മളങ്ങനെ വിളിച്ച് അങ്ങനെ പറഞ്ഞിട്ട് പോകണം. പുള്ളി അത്ര പ്രായം ഞങ്ങള് ഒരേ ഈക്വൽ ഏജ് ആണ്. അങ്ങനെ പറഞ്ഞാൽ മതി. ഷിബു പുലർക്കാഴ്ച, ഓയു ബഷീർ, ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഈ പാട്ട് നമ്മുടെ പാട്ട് എഴുതിയിട്ടുള്ളത്. ഓയു ബഷീർ എഴുതിയ പാട്ട് ഏതായിരുന്നു? ഇവർ രണ്ടുപേരും കൂടി അല്ലേ? അല്ല അത് തന്നെ പുള്ളി അല്ല അത് പറ്റില്ല കേട്ടോ. പുള്ളി പറഞ്ഞു എനിക്ക് അത്രയും വിദ്യാഭ്യാസം ഇല്ല. പിന്നെ നിങ്ങൾ അതിനകത്ത് പിന്നെ ഇതില് ലിറിക്സ് എഴുതിയിട്ടുള്ളത് നമ്മുടെ എം കൃഷ്ണൻകുട്ടി എന്ന് പറയുന്ന നാടൻപാട്ട് വേറെ നമ്മുടെ മണികണ്ഠൻ പെരുമ്പടപ്പ് പാടിയിട്ടുണ്ട്. അതും അടിപൊളി പാട്ടാണ്. പിന്നെ അതുപോലെ സോണി മോഹൻ, സുമേഷ്, അവര് 2 മ്യൂസിക് ഡയറക്ടേഴ്സ്
അവർ രണ്ടുപേരും അവരുടെ പാട്ട് അവർ തന്നെ എഴുതിയിട്ടുള്ളത്. പിന്നെ അതിനൊക്കെ പുറമെ ഡയറക്ടർ ഷാഫി എപ്പിക് മഹാനും എഴുതിയിട്ടുണ്ട്. ഷാനു ഈ സിനിമയ്ക്ക് ഈ പേരല്ലാതെ വേറെ എങ്ങനെ മൊത്തം കൂടുതലാണ്. മെഹഫിൽ എന്നായിരുന്നു ഇടുന്നത്. കറക്റ്റ് ആയിരുന്നു. പിന്നെ വേറെ കേസുണ്ട്, ഇതിന്റെ പേര് കൂടുതലും നായകന്മാര് കൂടുതലും. അങ്ങനെയുണ്ട് ഒരു മനോഹരമായ നമ്മുടെ ഈ സിനിമയിലെ ഒരു നാടൻപാട്ട്, ഇപ്പൊ നമ്മുടെ സിനിമയിലെ നാടൻപാട്ടില്ലേ, ആ നാടൻപാട്ട് അട്ടപ്പാടി പാട്ട് റൈറ്റ്സ് കൊടുക്കണ്ട. ഏഴുമലക്കരികത്തരികത്തൊരു നാടും ആ നാടിനകത്തതിനൊത്തതിനൊത്തൊരു കാടും മഞ്ഞും മലയും താണ്ടി വരുന്നവർ പാടും ആ പാട്ടും കേട്ടതിലൊത്തിരി പേരതിലാടും ആടിപ്പാടി നടക്കും പാട്ടിലൊരുത്തി കൂടെ ചേലിൽ വീശിയടിക്കും കാറ്റുമിരത്തി ആടിപ്പാടി നടക്കും പാട്ടിലൊരുത്തി കൂടെ ചേലിൽ വീശിയടിക്കും കാറ്റുമിരത്തി ഊരിൽ തെളിയും നേരിൻ സ്നേഹങ്ങൾ തൻ കഥകൾ പാടി ഊരിൽ തെളിയും നേരിൻ സ്നേഹങ്ങൾ തൻ കഥ തൻ പാടും പാടും അട്ടപ്പാടി. ഞാനൊരു പാട്ടും കൂടെ ഉണ്ട് അട്ടപ്പാടിയെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് ഇതിനകത്ത് എല്ലാ സ്റ്റൈലും പാട്ടുകൾ വരുന്നുണ്ട് അല്ലേ? അതാണല്ലോ ഒരു കൂടലിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മനോഹരമായ 2 പ്രണയഗാനങ്ങൾ. അതിലൊന്ന് ഒരെണ്ണം പാടിയിട്ടുള്ളത് നമ്മുടെ നജീം അർഷാദ് ആണ് പാടിയിട്ടുള്ളത്, ഒരെണ്ണം യാസിൻ നിസാർ ആണ് പാടിയിട്ടുള്ളത്. ആ പ്രണയഗാനം ഒന്ന് നമുക്ക് രണ്ടിലേയും പാടാൻ. നജീമിന്റെ മറ്റേതായാലും കുഴപ്പമില്ല, ഏതായാലും ഒരെണ്ണം രണ്ടുപേരും. ചിരിയുള്ള കവിള പല്ലവി കണ്ണേ നിനക്ക് തീരത്ത് തൊട്ടേ ഉള്ളിൽ തൊട്ടേ എന്റെ തോരത്ത് റാപ്പ് നാടൻ പാട്ട് നമ്മളെ സിനിമയ്ക്ക് പോകുമ്പോ ഭയങ്കര രസമായിട്ട് ഇത്രയും പാട്ടുകൾ. ചേട്ടാ ഈ പാട്ടിലൂടെ യാത്ര എന്ന് പറയുന്നത് കറക്റ്റാ. നമ്മളെ ഫസ്റ്റ് ഹാഫ് ഏരിയയിൽ ഇങ്ങനെ നമ്മുടെ പാട്ടാണ് ഈ സിനിമ. പിന്നെ ഒരു ഫീമെയിൽ റാപ്പ് ഉണ്ട്, ഇന്ദുലേഖ വാര്യർ പാടി. അത് ഇപ്പം ഇവിടെ നമുക്ക് മരീനെ കൊണ്ടൊന്ന് പഠിക്കാം. അല്ല മറീനെ കൊണ്ടൊരു പാട്ട് പഠിക്കണ്ടേ? അല്ല മരീന റാപ്പൊന്നും ഇപ്പൊ ഇതിലെ റാപ്പൊന്നും വയ്ക്കാം. ഇപ്പൊ നമ്മളിപ്പോ നമ്മുടെ പടത്തിലെ പാട്ട് കഴിഞ്ഞില്ലേ, ഇപ്പൊ നമ്മൾ ഓഡിയോ വന്നിട്ട് വിളിക്കാം. ഒരാളെ സെക്ഷൻ പിടിച്ചിട്ട് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു രണ്ടുപേര് വെച്ച് പാടിയാ നമ്മളത് ഫുൾ. അല്ല അതിനു മുമ്പ് എനിക്ക് ഞാൻ നേരത്തെ പറഞ്ഞു എനിക്കൊരു നല്ലൊരു നാടൻ പാട്ട് ഒരു നല്ല പാടിയല്ലോ. ഇല്ല അതിലേക്ക് ഇടയ്ക്ക് വേറെ പോയി നമ്മള്. ഇല്ല മറ്റേത് പാടിയില്ലേ? ആ പോയായിരുന്നു ഞാനത്. നോക്കാം കിട്ടി ഹിന്ദി. അപ്പൊ ആർക്കും മനസ്സിലാവല്ലോ, കുഴപ്പമില്ലൊന്നും. അറിയുന്ന പാട്ട് പാടും. അവള് ഹിന്ദിയിലാണ് പറഞ്ഞത്, പണിത ഉദ്ദേശിക്കുന്നത്. കിട്ടിയ പണിയൊന്നും പോരാ, അവർക്ക് ചോദിച്ചു മേടിക്ക. പിന്നെ പണിത ഹിന്ദി ഭാഷ എടുത്തിരുന്നിട്ട് തെറ്റിയ പ്രശ്നം. ഞങ്ങള് പുറകെ വന്നോ, ഞാൻ കൂടിക്കോളാം.
അല്ല ഇതിപ്പോ ഇങ്ങനെ ഞാനിപ്പോ ഇത് നോക്കണ്ടേ ഇതിങ്ങനെ പൊത്തി പിടിച്ച് അടിച്ചാൽ മതി അല്ലേ? അപ്പൊ ഒരു ഇൻസ്ട്രുമെന്റ് മതി. ഞാൻ നോക്കിയപ്പോഴേ ഇതെല്ലാം പറയുന്നത് ഇവിടെ ഇങ്ങനെ പൊത്തി അടി പല സൗണ്ടും വരുന്നുണ്ട്. പോലെ ഇങ്ങനെ കൊണ്ടുനടക്കുന്ന ചേട്ടാ പുറമേ നിന്ന് കാണുന്നവർക്ക് ഇറ്റ് ഈസ് ഇൻട്രസ്റ്റിംഗ്. പക്ഷെ ഞാൻ പറയുന്നു അല്ലേ ലുക്ക് ഇല്ലാന്നുള്ളൂ. എന്താ ലുക്കിന് കുറവ്? അല്ല കുറച്ചുണ്ട്. ആ ചിരി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. അല്ല പുള്ളിയുടെ ഞാൻ കണ്ട ഞങ്ങള് 10-12 വർഷമായിട്ടുള്ള പരിചയം. പുള്ളിയുടെ ഇൻസ്ട്രുമെന്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ വീട്ടിലെ ഈ സിസ്റ്റം വെക്കുന്ന ടേബിള് വെച്ചിട്ട് മുപ്പര് റിതം പിടിക്കും. അതുപോലെ കുട്ടികൾ കളിക്കുന്ന ഈ കിലുക്കെന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ, നമ്മള് പൂരപ്പറമ്പ് അങ്ങനെ അതൊക്കെ ഉപയോഗിക്കും. ഒരു തബലയ്ക്ക് വേണ്ടി ചക്ക പറയുമ്പോ ഒരു ഷെയ്ക്കർ അടിക്കണം. അപ്പൊ സാധാരണ എല്ലാരും ഷെയ്ക്കറൊക്കെ. ഞാൻ എന്റെ പാർക്കുട്ടിന്റെ മോള് മഹാലക്ഷ്മിയുടെ ചെറിയതുണ്ട് ഈ ചെറിയ കളിപ്പാത്രം അതെടുത്തിട്ട് കുലിക്കുക. അതുകൊണ്ട് തന്നെ വാതിലടച്ചിട്ടോ കൊച്ചു പുറത്തുനിന്ന് കരയണത് പാട്ടില്ല. അതല്ല വല്ലഭന് പുല്ലുമായതെന്ന് പറഞ്ഞ പോലെ. പക്ഷേ നിങ്ങള് പുള്ളി മാത്രല്ല റഹ്മാൻ സാറൊക്കെ ഏത് പാട്ടിലാണെന്ന് അറിയില്ല, ഏതൊരു പാട്ടില് ചീപ്പില്ലേ, ചീപ്പിന്റെ ഇങ്ങനെ ഒരു ലെയർ വെച്ചിട്ട് ഏത് പാട്ടായിട്ടാ റഹ്മാൻ സാറിന്റെ ഒരു പാട്ടിലുണ്ടത്. ചീപ്പിന്റെ ഒരു ലെയർ ഇങ്ങനെ നമ്മള് നോർമൽ ചീപ്പില്ലേ ഇങ്ങനെ വലിക്കുമ്പോ കിട്ടുന്ന ഒരു മ്യൂസിക് ഇല്ലേ, നമ്മളെ പടത്തിൽ സ്കോറിലൊക്കെ കേക്കാം അങ്ങനെ സ്കോർ ചീപ്പാ വരുന്നത്. സ്കോർ ചീപ്പാവും. ഒച്ച നല്ല നെറ്റിലുണ്ടാവും. ഇതില് ബാക്ക്ഗ്രൗണ്ട് സ്കൂളിൽ ഈ ചിരിയുടെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ടോ? അത് മ്യൂസിക് ആയിട്ടാ വരുന്നത്. അത് വേറൊരു വർക്ക് പുരാണ നാടകമല്ല, അസുരന്മാരോ. അല്ല ഇത് ചിരി ഭയങ്കര കേട്ടോ. ഈ ടാലന്റും ചില ആളുകൾക്ക് ടാലന്റും അവരുടെ ക്യാരക്ടറും തമ്മിൽ ഭയങ്കര വ്യത്യാസമായിരിക്കും. ഇപ്പൊ നമുക്ക് ബേസിലിന്റെ സംസാരവും രീതിയൊക്കെ നമ്മൾ ഇത്രയും വലിയ ഡയറക്ടറാണ്, ഇത്രയും നല്ലത്, അങ്ങനെ നമുക്ക് രണ്ടും രണ്ടായിട്ട് കിടക്കും. അതേപോലത്തെ ഒരു അതുപോലെ ചിരിയും ബേസിലും ചിരിയും ഈ ചിരിയും മാർക്കറ്റിലുള്ളതാണ്. അത് രണ്ടും കറക്റ്റാണ് പറഞ്ഞത്. എനിക്ക് നമുക്ക് വേറെ മലയാളം പാട്ടുകൾ നമുക്ക് ആളുകൾക്ക് ആഴത്തിൽ ഒത്തിരി കണ്ണുനീര് വരുന്ന സോങ്ങുകൾക്ക് ഒത്തിരിയാണ്. നമുക്ക് സങ്കടപ്പാട്ടുകളുണ്ട്. അങ്ങനത്തെ ഒരു 4-5 ഒന്ന് ചേർത്ത് ഒന്ന് പാടാം. എനിക്ക് തോന്നുന്നു നേരത്തെ നിങ്ങൾ പാടിയതും ഞാൻ കേട്ടിരുന്നു. അങ്ങനെ ഒരു 4-5 അല്ല എനിക്ക് തോന്നുന്നു ബിബിൻ അങ്ങനത്തെ പാട്ടുകൾ വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഒരിക്കലേ ഉള്ളിലൊരു നന്മയുള്ള ആളില്ലേ, ഇക്കടുള്ളൊരു നന്മയുള്ള ആളില്ലേ, ഇക്കൊക്കെ ആഗ്രഹമില്ലേ, അത് പറഞ്ഞപ്പോ എനിക്ക് ആ കിരീടത്തിലെ പാട്ടൊന്നും കിരീടത്തിലെ പിടിക്കല്ല അല്ലേ. കണ്ണീർ പോയി. നമ്മുടെ ഗുണം എന്താണെന്ന് അറിയാം, നമുക്ക് ഇതൊന്നും അറിയാൻ പാടില്ല എന്നുള്ള ധൈര്യമുണ്ട്. സത്യം അറിയാവുന്നവർക്ക് നമുക്ക് പേടിക്കേണ്ട കാര്യമുള്ളൂ. ഇത് പ്രമദാനം എടുക്കും. കിരീടത്തിലെ സോങ്. പിന്നെ ഗൗരവ സിനിമയിലെ ഒരു പാട്ടുണ്ട്, അത് എനിക്ക് ആ പാട്ട് മുത്തുമണി തൂവൽത്തര അങ്ങനത്തെ പാട്ടുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ടുകളുണ്ട്. ആദ്യം അല്ല തുടക്കം അത് വിടണ വരിയൊക്കെ അവിടെയൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഞങ്ങള് ഈ പറഞ്ഞ പോലെ പെർഫെക്ഷൻ അല്ലല്ലോ ഇവിടെ നോക്കണ്ട. നമ്മളുടെ ചേട്ടൻ പറഞ്ഞോണ്ട് പാട്ടാണ് പാടി ഗൗരവല്ലേ
ഗൗരവമല്ല പക്ഷെ ഗൗരവം അല്ല എന്റെ ഗൗരവം പുള്ളിയുടെ ഗൗരവം മുഴുവൻ അതിന്റെ ടൈറ്റിൽ കൊടുത്തു ഗൗരവം. ഗൗരവന്റെ കാര്യം പറയുമ്പോഴേ ലോയ് സാർ എന്ന് പറയുന്ന വേഴ്സിറ്റൽ റൈറ്ററെ പറ്റി പറയാണ്ട് പറ്റൂല. കാരണം ഇത്രയും ഇമോഷണലി ടച്ച് ഉള്ള എഴുത്തുകാരൻ തന്നെയാണ് കൗരവർ പോലത്തെ മാസ്. അതിലും ഇമോഷൻ തന്നെയാണ് ബേസിക്കലും മരണ മാസ് പടമാണ് കൗരവരും. ഇതും നമ്മുടെ ഇതായിട്ട് നമ്മുടെ മമ്മൂക്ക അഭിനയിച്ച ജോഷി സാറിന്റെ പടം മഹായാനം അതും മക്ക മാസം കൂടെ അനുകൂലി തുടങ്ങിയപ്പോഴേ കരയിപ്പിക്കണ പാട്ട് എത്തിയില്ല. അല്ല അതിന്റെ കരയിപ്പിക്കണ പാട്ടിന് മുമ്പ് നമ്മള് ഇതിലെ കിരീടത്തിലെ പാട്ടിലെ ആദ്യത്തിലെന്ന് പറഞ്ഞേ കണ്ണീർ പൂവ്. ഓക്കെ അതൊന്ന് പഠിക്കാൻ ആദ്യത്തില് ഏത് കണ്ണീർ പൂവ് കവിളത്തിലോ കൽബിൽ തടവ് കൽബിൽ എന്നൊക്കെ മലബാറല്ലേ അവിടെ എന്ത് പറഞ്ഞാൽ കൽബാണ് ഫാത്തിമ കയറും കൽബിൽ. അപ്പൊ നമുക്ക് ആ സ്റ്റൈല് ഞാൻ ഇവിടെ വെച്ച് ഇങ്ങനെ ഞാൻ ഇങ്ങനെ വന്ന് കേട്ട് കൽബിൽ സത്യമായിട്ട് അങ്ങനെ അതിന്റെ ടോണിലൊരു പാട്ട് കണ്ണീർപ്പൂവിന്റെ കൽബിൽ തലോടി അങ്ങനെയാണ് പാടിയ കറക്റ്റ് അവരോട് ഞാൻ അത് ഇടയ്ക്ക് പറയാം. ഏതാണ് പറഞ്ഞ മറ്റേ നമുക്ക് മണിയേട്ടനെ മറ്റേ നാടൻപാട്ടിടലോ എന്തിനാടിയാ അപ്പൊ അത് കണക്ട് ചെയ്യട്ടെ. നമ്മൾ ഈ നാടൻപാട്ട് പറയുമ്പോ നമ്മൾ ഒരിക്കലും മറക്കാനാവാത്ത പ്രതിഭാസത്തെ പറ്റി തീർച്ചയായും നമ്മൾ ഞാൻ പറഞ്ഞ ചേട്ടൻ അത് പറഞ്ഞു അല്ല അത് ആ വരിയാണ് പറഞ്ഞു. ഞാൻ കളിയാക്കാന്ന് ഓർത്ത ഞാനേ ഇപ്പൊ കാറിൽ നിന്ന് ഇറങ്ങി പൊടി എന്നൊക്കെ പറഞ്ഞില്ലേ, ഞാൻ കളിയാക്കണമെന്ന് ഓർത്ത്. ഇതിലുള്ള വരികളാണല്ലേ വിഷ്ണു കരുത് പോയി. വിഷ്ണുവല്ല ബിപിൻ. അല്ല ഞാൻ വിഷ്ണുവിനെ കണ്ടിട്ട് അതായത് ചില സാധനങ്ങൾ പാരഡി പോലെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട്. ഇപ്പൊ ഈ പാട്ടിൽ തന്നെ എന്തിനാടി പൂങ്കുയിലേ പൂങ്കോടിയേ കാറി നിറയണത് നിനക്കങ്ങനെ കരയണമെങ്കിൽ കാറി നിറങ്ങി കരഞ്ഞി. അതൊന്ന് നമ്മുടെ ബിനീഷ് ബാസിന്റെ പാട്ടുണ്ടായി. പാലോ പാലോ നല്ല നടപ്പാലോ അപ്പന്റെ കൈയും പിടിച്ച് നടക്കണ നേരം ആയോരു പാലത്തിന്റെ തുണി നിന്നും അത് തന്നെ നമ്മുടെ ചെമ്പകപ്പൂവേ
മേനിയാലേ ചന്ദ്രകത്തലി രാസലളിത ചന്ദ്രോദയത്തിന്റെ കാന്തിയാണ് അവൾ ചാരുലത ഒറ്റ വരിയിൽ മാറ്റി മാറ്റി കളിക്കാൻ പറ്റും. 2-3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് എന്തായാലും. എന്തിനാണ് ശരിക്കുള്ളത്? വരി പറഞ്ഞുതരാം. ഇപ്പൊ വരും പൊന്നും കൊടിയേ നാല് കുപ്പി കള്ളുമോന്തി നാലണയ്ക്ക് ചക്കരയും അച്ഛനിപ്പോ വാങ്ങി വരും പൊന്നും കൊടിയേ നീ കൂട്ടി മാമുത്തരാം കൂടെ ഞാനൊരു മെല്ലരാം പൊന്നും കായേ മാമു തിന്നോ പൊന്നും കൊടിയേ എന്തിനാടി പൂങ്കൊടിയേ കാളി നീ കരയണത് ഇപ്പൊ വരും പൊന്നും കൊടിയേ. ഇതിലെ സോങ് ആണല്ലേ? ഇതിലല്ലോ. ഇനി എനിക്ക് ഈ നമ്മൾ ഇപ്പൊ ഈ കൂടലിൽ നമ്മൾ അവസാനിക്കുമ്പോൾ നമുക്ക് എവിടെ പോയാലും നാടൻ പാട്ടിന്റെ ഏറ്റവും മനസ്സിലാഴത്തിൽ കലാഭവൻ മണിച്ചേട്ടന്റെ പാട്ടുകളായിരിക്കും. ആ മണിച്ചേട്ടന്റെ ഒരു ഒരു പാട്ട് പാടി ഈ കൂടൽ അവസാനിക്കാം. ഇത് അവസാനിക്കുന്നില്ല, ഇനിയും ഒത്തുകൂടേണ്ടതാണ്. സിനിമ റിലീസിന് ഒരുങ്ങിയാണ്. അതിപ്പോഴും പറയാണ്, സിനിമ റിലീസിന് നിങ്ങൾ ഒത്തുകൂടിയിരുന്ന് കാണണം, കൂട്ടത്തോട് പോയിരുന്ന് കാണേണ്ട ഒരു സിനിമയാണ് കൂടൽ. ഇത്രമാത്രം പാട്ടുകളിലൂടെ നമ്മൾ ആ സിനിമ, നമ്മൾ നല്ല മനോഹരമായ ഗാനത്തിലൂടെ ഈ സിനിമ യാത്ര ചെയ്യിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അത്ര മനോഹരമായ സിനിമയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്. അത് മറന്നുപോകല്ല. സിനിമ റിലീസ് ദിവസം തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല, അടുത്ത ദിവസമാണെങ്കിൽ കാണുക. കണ്ടവർ അടുത്ത ആളുകളോട് പറഞ്ഞിട്ട് ഒരുമിച്ച് പോയി കണ്ട് ഈ സിനിമ വിജയിപ്പിക്കണം. വലിയ സിനിമയൊന്നും അല്ലെങ്കിലും ഒത്തിരി പേരുടെ ആഗ്രഹമാണ് ഈ സിനിമ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒത്തുകൂടലിനെ നിങ്ങൾ ഏറ്റെടുക്കുമെന്ന് പ്രതീക്ഷയോടെ കലാഭവൻ മണിച്ചേട്ടൻ്റെ ഒരു പാട്ടോടുകൂടി നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. പാട് കണ്ടില്ലേ നീ കണ്ടില്ലാണോ കണ്ടില്ലേ നീ നോക്കിടാനോ പാട് കണ്ടില്ലേ അകത്ത കൂടി കുട്ടിക്ക് അവനെ പിടിച്ച് അകത്ത കൂടി കുട്ടിക്ക് ിച്ച് കടിലിന്റെ പൊട്ടിക്ക് നീ നോക്കിടാനോ കണ്ടില്ലേ കണ്ടില്ലേ നീ നോക്കടില്ല മുന്നിന്റെ കടയിൽ പറഞ്ഞു പോയി വീശിറങ്ങണമെന്നാണോ കൂട്ടാതെ നീക്കണമെന്നാണോ അച്ചാറ് കണ്ണി വെക്കണമെന്നാണോ കല്യാണം പന്തൽ പണി കാണാ ഇത് ഗിറ്റാറാണ്, ഡ്രംസ് അല്ല. ഓക്കെ.